അല്ല, കുട്ടികൾക്ക് സുഖം തന്നെയല്ലേ? ആ, ദേവിയുടെ തുണ കൊണ്ട് നന്നായി പോകുന്നു രാഘവേട്ടാ. ആ, അവരെയൊക്കെ കണ്ടിട്ട് ഒരുപാട് നാളായി. ഇനി വരുമ്പോ അവരെ കൂടി കൂട്ടി വരണം. വരാം. എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ രാഘവേട്ടാ. അല്ല, ഭാമയോട്? അല്ല, സത്യമ്മയോട് ഞാൻ പറഞ്ഞിരുന്നു രാഘവേട്ടാ, കുട്ടികൾ അവിടെ കാത്തിരിക്കുക. എന്നാ ഞാൻ പോയിട്ട് വരാം. ഓ. ശാരദാമ്മേ, ഒന്ന് നിന്നേ. ശാരദാമ്മ ഇങ്ങോട്ടാ ഒരു യാത്ര പോലും പറയാതെ? ഞാൻ സത്യമ്മയോട് പറഞ്ഞിരുന്നല്ലോ. എന്നാലും മട്ടും ഭാവമൊക്കെ കണ്ടിട്ട് പെട്ടെന്ന് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോവാൻ തിടുക്കമുള്ളതുപോലെ തോന്നല്ലോ. എന്താ സുസ്മയ നിനക്ക്? വിഷ്ണു നിക്ക്, അവള് സംസാരിക്കട്ടെ. പറ ശാരദാമ്മേ, നിങ്ങൾ എങ്ങോട്ടാ? സത്യമേ, ഇതെന്താ ഒരു വിചാരണയൊക്കെ പോലെ? കാര്യമുണ്ടെന്ന് കൂട്ടിക്കോ ശാരദാമ്മേ. തൽക്കാലം ഇവള് ചോദിച്ചതിനുള്ള മറുപടി പറ. ശാരദാമ്മ അവരുടെ വീട്ടിൽ പോന്നു. ഇവൾക്കെന്താ? അല്ല, ഇത്ര തിരക്കിട്ട് പോവാൻ അവിടെ വിശേഷം എന്താന്നേ ഞാൻ ചോദിച്ചുള്ളൂ. സ്വർണലക്ഷ്മി പൂജയ്ക്ക് അമ്മ ശാരി ചേച്ചിയും ശ്യാമയും കുട്ടി അമ്പലത്തിലേക്ക് പോന്നു. അത് തന്നെയാ വിശേഷം. ഇനി എന്തെങ്കിലും അറിയാനുണ്ടോ? ആ, ഇനി ഒന്നും അറിയാനില്ലേ? ആന്റി കേട്ടല്ലോ, സ്വർണലക്ഷ്മി പൂജയ്ക്ക്. ഭാമേ, ദേ, എല്ലാത്തിനും ഒരു പരിധി ഉണ്ട് കേട്ടോ. വീട്ടിൽ വരുന്ന അതിഥികളെ അപമാനിക്കരുത്. ഈ ശാരദാമ്മ എന്ത് കുറ്റം ചെയ്യുന്ന? അയ്യോ, അങ്കിൾ അങ്ങനെ വിചാരിച്ചു കളയല്ലേ. ഇവിടെ ഇപ്പൊ ആരാ അതിഥി? ഞാനല്ലേ. പറഞ്ഞു വരുമ്പോ ശാരദാമ്മ ഈ വീട്ടിലെ ബന്ധുക്കാര് തന്നെയല്ലേ. ഇത് നമുക്കൊക്കെ ഇടയിലൊരു കുശലാന്വേഷണമായിട്ട് കൂട്ടിയാ മതി. ഭാമേ, നിന്റെ കൂട്ടുകാരുടെ മകളാണെന്ന് കരുതി ക്ഷമിക്കുന്നതിനൊരു പരിധിയുണ്ട്. തലയ്ക്ക് അസുഖമാണെങ്കിൽ അറിവും വിവേകമുള്ളവരുടെ മുമ്പിൽ അഴിഞ്ഞാടാൻ വിടുകയല്ലേ വേണ്ടത്. കൊണ്ടുപോയി നെല്ലിക്കത്തളം വെക്ക്. രാഘവേട്ട, ഇവിടെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. പ്രീതിയുടെ അലമാര വെച്ചിരുന്ന സ്വർണ്ണാഭരണങ്ങൾ കാണാനില്ല. അയ്യോ, എത്ര പവനാണെന്ന് തിട്ടപ്പെടുത്തിയിട്ടില്ല. അവളുടെ മുഴുവൻ ആഭരണങ്ങളും കുഞ്ഞിന്റെ കുറച്ച് ആഭരണങ്ങളും. ദത്തെടുക്കൽ ചടങ്ങായതുകൊണ്ട് കുഞ്ഞിനെ അണിയിക്കാൻ ആഭരണങ്ങൾ എന്തൊക്കെയുണ്ടെന്ന് ഇന്നലെ പകലും ഞാൻ അലമാര തുറന്ന് പരിശോധിച്ചതാ. ഇപ്പോ സ്വർണലക്ഷ്മി പൂജയ്ക്ക് വേണ്ടി അലമാര തുറന്നു നോക്കിയപ്പോ കണ്ണിക്കൊരുക്കാനുള്ള പൊന്നുപോലും അതിലില്ല. ഭാമേ, നീ എന്താ പറയുന്നേ? അങ്കിൾ ഇനി മനസ്സിലായില്ലേ? മോഷണം, നല്ല വൃത്തിയായിട്ടുള്ള മോഷണം. മോഷണോ? അതിനോട് ആര് മോഷ്ടിക്കാനാ? സത്യഭാമയുടെ മകളുടെ മുറി കടന്ന് അവളുടെ ആഭരണങ്ങൾ മോഷ്ടിച്ചു കൊണ്ടുപോകാൻ ചങ്കുറപ്പുള്ള ഒരു മോഷ്ടാവും ഈ നാട്ടിലോ മറുനാട്ടിലോ ഇല്ല രാഘവേട്ട. പിന്നെ സ്വർണ്ണം ആരെടുത്തുന്നാ? ആ, അതിനുള്ള മറുപടിയാ നമുക്കിപ്പോ വേണ്ടത്. ദത്തെടുക്കൽ ചടങ്ങിന് വസുമതി ആന്റി മകളും അടക്കം പലരും ഇവിടെ വരികയും പോവുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അവരൊക്കെ അങ്കിൾ അതിനിടയ്ക്ക് കയറാതെ. ഒരു മോഷണാവുമ്പോ ആരെയും സംശയിക്കാമല്ലോ. ഭണ്ഡാരപ്പെട്ടി തുറന്നിരുന്ന ദൈവം പോലും കട്ടുപോകുന്നല്ലേ. ഭണ്ഡാരപ്പെട്ടി തുറന്നു വെച്ചതായി ഇവിടെ ചെയ്ത തെറ്റ്.
ഇവളെന്തൊക്കെയാ പറയുന്നേ? രാഘവേട്ട, ഇന്നലെ വന്ന അതിഥികളാരും മുകളിലത്തെ നിലയിലേക്ക് കയറിയിട്ടില്ല. വസുമതിയും ചിത്രയും മുറി കയറി പ്രീതിയെ കണ്ടു എന്നുള്ളത് സത്യമാ. പക്ഷേ അവര് താഴോട്ടിറങ്ങി വരുന്ന സമയം വരെ ഞാൻ കൂടെ ഉണ്ടായിരുന്നു. അമ്മേ, ആര് സ്വർണ്ണം എടുത്തു അമ്മ ഈ പറഞ്ഞു വരുന്നേ? ഹ, ഇങ്ങനെ അക്ഷമനാവല്ലേ വിഷ്ണു ഏട്ടാ, നമുക്ക് കണ്ടുപിടിക്കാം. നമുക്ക് മുന്നിൽ സമയം ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുകയല്ലേ. അല്ല, ശാരദാമ്മയ്ക്ക് പോവാൻ തിടുക്കൊന്നുമില്ലല്ലോ അല്ലേ? ഭാമാൻഡി പറഞ്ഞതുപോലെ നമ്മൾ ഇത്രയും പേരെ ഇന്നലെ ഇന്നുമായിട്ട് മുകളിൽ കയറിയിട്ടുള്ളൂ. അല്ലാതെ ഒരാളുള്ളത് അർജുനേട്ടനാ. അർജുനേട്ടനെ ഭാമാൻഡി ഫോൺ ചെയ്ത് ചോദിച്ചു. അർജുനേട്ടന് അതേപ്പറ്റി ഒരു വിവരവും ഇല്ല. ഈ ആഭരണങ്ങൾ എവിടെയാ വെച്ചിരിക്കുന്നതെന്ന് പോലും കക്ഷിക്കറിയില്ല. അല്ലെങ്കിലും പ്രീതിയുടെ ആഭരണങ്ങൾ അർജുനേട്ടന് മോഷ്ടിക്കേണ്ട കാര്യമില്ലല്ലോ. പിന്നെയുള്ളത് ശാരദാമ്മയടക്കം നിങ്ങള് കുടുംബാംഗങ്ങൾ മാത്രമാ. ഇക്കാര്യത്തിൽ ആദ്യം സംശയിക്കേണ്ടത് പുറത്തുനിന്നുള്ളവരെയാ. ഞാനടക്കം 3 പേരെ. ഞാൻ, കാര്യസ്ഥൻ പിള്ള, വേലക്കാരി പൊന്നി. എനിക്ക് തൽക്കാലം ഒരു ജാമ്യം തരണം. സ്വർണലക്ഷ്മി പൂജയ്ക്ക് പ്രീതിയുടെ ആഭരണങ്ങൾ ഭാമാൻഡിയോട് ചോദിച്ചത് ഞാനാണ് ആഭരണങ്ങൾ എടുത്തതെങ്കിൽ ഞാൻ അതിന് മുതിരോ? അല്ല, എന്ന് കരുതി രക്ഷപ്പെടാനുള്ള ഉപാധിയൊന്നും അല്ല കേട്ടോ. മറ്റാരുടെയും കയ്യിൽ നിന്ന് ആഭരണങ്ങൾ കിട്ടിയില്ലെങ്കിൽ എന്നെയും പരിശോധിക്കാം. പരിശോധനയോ? എന്താ ഇവിടെ നടക്കുന്നൊക്കെ? അതെ, പരിശോധന വേണമെങ്കിൽ. മുതല് പോകുന്നതിലല്ല പ്രശ്നം, നമ്മളെ കബളിപ്പിച്ച് അതൊരാൾ കട്ടെടുത്തു എന്നതാ. നമ്മളൊരാൾക്ക് സന്തോഷത്തോടെ കൊടുക്കുന്നത് പോലെ അല്ലല്ലോ. രാഘവേട്ട, സുസ്മിത പറയുന്നത് തന്നെ അതിന്റെ ശരി. അപ്പൊ നമുക്ക് ആ 3 പേരിൽ നിന്ന് തുടങ്ങാം. എന്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ കാര്യസ്ഥൻ പിള്ള മുകളിലത്തെ നിലയിലേക്ക് കയറിയിട്ടില്ല അല്ലേ പിള്ള ചേട്ടാ? അതെ കുഞ്ഞെ. ഇന്ന് രാവിലെ ഇല്ല. പിന്നുള്ളത് ഇവള. ഇവളിന്നലെ ലീവായിരുന്നല്ലോ. അല്ല, എന്ന് കരുതി മോഷണം നടത്തിയത് ഇന്ന് രാവിലെ ആയിക്കൂടെന്നില്ലല്ലോ. ഇവളുടെ ജീവിത സാഹചര്യങ്ങളും പ്രാരാബ്ദങ്ങളും ഒക്കെ വെച്ച് നോക്കുമ്പോ ഈ കൂട്ടത്തിൽ ആഭരണം അടിച്ചു മാറ്റാൻ ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ളത് ഇവളാ. കുഞ്ഞെ, പോയി എടുത്തോണ്ട് വാടി നിന്റെ ബാഗും കുടച്ചക്രവും ഒക്കെ. അല്ലെങ്കിൽ വേണ്ട, നീ അവിടെ നിൽക്ക്. ശാരദാമ്മയ്ക്ക് പോകാൻ തിടുക്കമായിട്ട് നിൽക്കുകയല്ലേ. ഇവരുടെ സമയം എന്തിനാ മെനക്കെടുത്തുന്നേ? ഇവരെ ആദ്യം പരിശോധിച്ചിട്ട് വിട്ടേക്കാം. വിഷ്ണു, നിയമം എല്ലാവർക്കും ഒരുപോലെയാ. പൊന്നിക്കും ശാരദാമ്മയ്ക്കും നിനക്കും എനിക്കും എല്ലാം. ശാരദാമ്മ മോഷണം നടത്തിയെന്ന് ഇവിടെ ആരും പറഞ്ഞില്ല. ഒന്ന് പരിശോധിച്ച് നോക്കുന്നതിൽ എന്താ തെറ്റ്? ശാലിനി, നീ പറ, അതിൽ കുഴപ്പം എന്തെങ്കിലും ഉണ്ടോ? പരിശോധിച്ച് നോക്കണം സത്യമേ. ഇനി താ ശാരദാമ്മേ ബാഗ് നോക്കട്ടെ.
മോളെ അയ്യോ ഞാൻ എന്താ ശാരദാമ്മ ഇത്? നിങ്ങളുടെ പിള്ളേർക്ക് കൊടുക്കാൻ സത്യാമ്മയുടെ വീട്ടിൽ നിന്ന് ഉണ്ണിയപ്പം ഉണ്ടാക്കി കൊണ്ടുപോവാ? ഇല്ല മോളെ ഞാനൊന്നും അറിഞ്ഞതല്ല. നിങ്ങൾ അറിഞ്ഞതല്ല അല്ലേ? മുമ്പൊരിക്കൽ ഇവിടെ സർവൈശ്വര്യ പൂജ നടന്നപ്പോ നിങ്ങളുടെ ബാഗിൽ നിന്ന് എന്റെ വള പിടിച്ചെടുത്തതാ ഞാൻ. മോളെ ഇവള് അന്ന് നിങ്ങളുടെ മകൾ ഒരു നാടകം നടത്തി. അത് നിങ്ങളുടെ മൂത്ത മകളുടേതാണെന്ന് സ്ഥാപിക്കുകയും ചെയ്തു. അത് എന്റേത് തന്നെയാണെന്ന് ഞാൻ പറഞ്ഞെങ്കിലും അത് സാധൂകരിക്കാൻ എന്റെ കയ്യിൽ തെളിവുകളൊന്നും ഉണ്ടായിരുന്നില്ല. ഇതിപ്പോ നിങ്ങളുടെ കുഞ്ഞമ്മയുടെ കൊച്ചുമകളുടെ നൂലുകെട്ടിന് സമ്മാനം കൊടുക്കാൻ മേടിച്ചതാണെന്നൊന്നും പറഞ്ഞു കളയൂലല്ലോ അല്ലേ? ആ? വിഷ്ണു അമ്മേ, ഇത് ഇവളുടെ ചതിയാണ്. എന്ത് ചതിയാടാ? ആ ബാഗ് എടുത്ത് സുസ്മിതയാണോ ശാരദാമ്മയുടെ തോളിലേക്ക് ഇട്ട് കൊടുത്തത്? സത്യമേ ഞാൻ ആ അല്ല ശാരദാമ്മേ, എനിക്ക് അറിയാൻ പാടില്ലാഞ്ഞിട്ട് ചോദിക്കുവാ. നമ്മുടെ നാട്ടിലെ വിമാനത്താവളങ്ങളിലും നിങ്ങളുടെ ബാഗിലുമാണല്ലോ ഏറ്റവും കൂടുതൽ സ്വർണ്ണവേട്ട നടക്കുന്നത്. നിങ്ങളുടെ ബാഗിലെന്താ ഖനിത്തൊഴിലാളികളെ വല്ലതും പൂട്ടിയിട്ടിട്ടുണ്ടോ? സുസ്മിതേ, നീ അതിര് കടക്കുന്നു. ഇനിയും നീ സംസാരിച്ച ഞാൻ എങ്ങനെയാ പ്രതികരിക്കാന്ന് എനിക്കറിയില്ല. അവള് സംസാരിക്കുന്നതാണോടി കുഴപ്പം? നിന്റെ അമ്മ ചെയ്തതിൽ ഒരു തെറ്റുമില്ലേ? സത്യമേ, ബന്ധുത്വം ഉണ്ടാവേണ്ടതേ തോളൊപ്പമുള്ളവരോടാണെന്ന് പറയുന്നത് ശരിയല്ലേ ആന്റി? ഇതൊക്കെ കണ്ട് കൊതിയും മതിയും തീർന്നിട്ടുള്ളവരാണെങ്കിൽ കട്ടും മോഷ്ടിച്ചു ഉണ്ടാക്കുന്ന ആഭരണങ്ങൾ കൊണ്ട് സ്വന്തം മക്കൾക്ക് സ്വർണലക്ഷ്മി പൂജ നടത്തുവോ? എന്താടി പറഞ്ഞത്? മോളെ വേണ്ടത് മറ്റുള്ളവരുടെ കണ്ണിൽ തെറ്റെന്റെ ഭാഗത്താ. മോളത് വിട്ടേക്ക്. നിനക്ക് ഈ വീട്ടിൽ ഇനിയും ജീവിക്കാനുള്ളതാ. ശാലിനി, കേട്ടില്ലേ? അവർക്കിത് പുത്തിരിയൊന്നും അല്ല. മുമ്പ് ഇതുപോലെ സിദ്ധൻ ജപിച്ചെന്ന യന്ത്രം ഇവിടുന്ന് ഒളിച്ചു കിടത്താൻ നോക്കിയതല്ലേ? മോഷണവും പിടിച്ചുപറിയും തന്നെ അവർക്ക് സ്ഥിരം. ഇനി വേറെ എന്തൊക്കെയുണ്ടെന്ന് ശാലിനി അത്രയ്ക്കായോടി നീ? ഇനിയും വേണോടി നിനക്ക്? ഇനി എന്റെ അമ്മയെ പറ്റി പറയാൻ നിന്റെ പുഴുത്ത നാവ് പൊക്കിയാ ചവിട്ടി കീറും നിന്നെ ഞാൻ. ആന്റി, ഇത് കണ്ടില്ല ആന്റി? ഒരു തെറ്റും ചെയ്യാത്ത എന്നെ. മോളെ നീ എന്താ ഈ ചെയ്തത്? അമ്മ അങ്ങനെ അപമാനിക്കുന്നത് കണ്ടു നിൽക്കാൻ എനിക്ക് പറ്റില്ല. എന്റെ ശരീരത്തിലൂടെ ഓടുന്നത് അമ്മയുടെ ചോരയാ. എന്ത് ധൈര്യമാടി നിനക്ക്? സത്യാമ്മയ്ക്ക് വേണമെങ്കിൽ എന്നെ ശിക്ഷിക്കാം. പക്ഷേ ഞാൻ ചെയ്തത് തെറ്റാണെന്ന് എനിക്ക് തോന്നുന്നില്ല. തെറ്റൊന്നും നിനക്ക് തോന്നില്ല അല്ലേടി? വിഷ്ണു, തൊട്ടുപോകരുതിന്റെ ഭാര്യ. വിഷ്ണു, അമ്മയുടെ കയ്യിൽ നിന്ന് വിടറാ. എടാ, നിന്നോടാ പറഞ്ഞു വിടാൻ.
സത്യഭാമയുടെ കൈ തടയാൻ മാത്രം ആയോടാ നീ? കൊലകുമ്പന്മാര് വരെ കൈ കെട്ടി മുട്ടുമടക്കി നിന്നിട്ടേ ഉള്ളൂ നിന്റെ അമ്മയുടെ മുമ്പില്. അറിയാച്ചാ, അറിയാം. കയ്യും കെട്ടി മുട്ടുമടക്കി നിന്നിട്ടുള്ളൂ എല്ലാവരും. അമ്മയുടെ കൈ തടയാനല്ല, അമ്മയ്ക്കെതിരെ ഒരു കൈയും ഉയരാതിരിക്കാനാ വിഷ്ണു ഇക്കാലം മുഴുവൻ ജീവിച്ചത്. ദൈവമാക്കിയിട്ട് അമ്മയിൽ നിന്ന് നെഞ്ചിൽ പച്ചുകുത്തിയത്. പക്ഷെ ഇപ്പൊ എനിക്ക് മനസ്സിലായി, ദൈവങ്ങൾക്കും പിഴയ്ക്കും, അവർക്കും പക്ഷഭേദം ഉണ്ടച്ചാ. അച്ഛന് സ്വന്തം നെഞ്ചിൽ കൈ വെച്ച് പറയാൻ പറ്റുമോ മക്കൾ അമ്മയെ കരുതുന്നത് പോലെ അമ്മ മക്കളെ കരുതിയിട്ടുണ്ടെന്ന്? മുകളിലത്തെ റൂമിൽ ഒരു ജീവശവമായിട്ട് കിടക്കുന്നുണ്ട് എന്റെ അനിയത്തി. എഴുന്നേറ്റ് നടക്കാൻ കഴിഞ്ഞിരുന്ന കാലത്ത് അതിന് ഇത്തിരി സമാധാന സന്തോഷം കൊടുത്തിട്ടുണ്ട് എന്റെ അമ്മ. ഹ, അമ്മയുടെ ഒരു സുഗ്രീവാജ്ഞ പാലികറാമല്ല. ഇപ്പോഴേ മുകളിലത്തെ മുറിയിൽ ഒറ്റയ്ക്ക് കിടക്കവള്. AC-യുടെ നേരത്തെ ഇരുമ്പം മാത്രമേ ഉള്ളൂ കൂട്ടിന്. അവൾക്കിപ്പോഴും എല്ലാം കേൾക്കുകയും അറിയുകയും എല്ലാം ചെയ്യാം. ഇനി എന്റെ മോൾക്ക് വേണ്ടിയ ജീവിതം എന്നൊക്കെ ഒരു ഭീഷ്മ പ്രതിജ്ഞ നടത്തിയിട്ടുണ്ടായിരുന്നല്ലോ എന്റെ അമ്മ. പക്ഷെ അത് പറഞ്ഞ എന്റെ അമ്മ ഒരു 10 മിനിറ്റ് തികച്ചിരുന്നിട്ടുണ്ടോ അവളുടെ റൂമില്? അപ്പോഴും അമ്മയ്ക്ക് ചേർത്ത് പിടിച്ചടക്കം ഇവിടെ ഒരാളുണ്ടല്ലോ, ഒരു കൂട്ടുകാരിയുടെ മോള്. സത്യം പറയമ്മേ, ഇവളാണോ അതോ നമ്മുടെ പ്രീതിയാണോ അമ്മ പ്രസവിച്ച മോള്? ആയിക്കോട്ടെ, അമ്മയുടെ ഇഷ്ടം ആർക്ക് വേണമെങ്കിലും വാരി കോരി കൊടുത്തോ. പിടിച്ചു വാങ്ങാൻ കഴിയുന്നല്ലോ അത്. പക്ഷേ അതിന്റെ പേരിൽ എന്റെ ഭാര്യയുടെ മേൽ കൈവയ്ക്കാൻ ഞാൻ സമ്മതിക്കില്ല. തകർന്നു, ഈ കുടുംബം തകർന്നു. പോലീസ് വന്നെന്ന് തോന്നുന്നു. പോലീസോ? ഇവിടെ ഒരു മോഷണം നടക്കുകയും ആഭരണങ്ങൾ കാണാതാവുകയും ചെയ്തതല്ലേ. ഭാമാന്റെ അർജുനേട്ടനെ വിളിച്ച് ആഭരണങ്ങളെ കുറിച്ച് അന്വേഷിക്കുമ്പോ ഞാൻ പോലീസിനെ വിളിച്ച് കംപ്ലൈന്റ് ചെയ്തിരുന്നു. അല്ല, മോഷണം നടത്തിയത് ശാരദാമ്മയാണെന്ന് അറിഞ്ഞുകൊണ്ടല്ല കേട്ടോ. കുറ്റവാളി ആരായാലും പിടിക്കപ്പെടണമെന്നും ആഭരണങ്ങൾ തിരിച്ചു കിട്ടണമെന്നും കരുതിയിട്ടാ. എവിടെ പോലീസ്? നോക്കട്ടെ.